സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ 2024 ഒക്ടോബർ മാസം 3-ാം തീയതി മുതൽ 12-ാം തീയതി വരെയായിട്ട് മഹാനവമി ആഘോഷിക്കുകയാണ്. മഹാനവമിയുടെ തൊട്ടടുത്ത ദിവസം വിജയദശമിയും. അപ്പോൾ എല്ലാ കാലങ്ങളിലും അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ നവരാത്രി എന്നാണ് പറയുക. എന്ന് വെച്ചാൽ 9 രാത്രികൾ എന്ന്. എന്നാൽ ഈ ഒരു വർഷം ഒരു ദിവസം അധികമാണ്. 10 രാത്രികളും 11-ാമത്തെ ദിവസം വിജയദശമിയുമായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചന്ദ്രൻ്റെ ഗതിവിഗതികളെ അനുസരിച്ചാണ് തിഥികളെ പറയുന്നത്. നമ്മളൊക്കെ സൂര്യൻ്റെ ചലനത്തെ അല്ലെങ്കിൽ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് 24 മണിക്കൂറാണ് ഒരു ദിവസം എന്നൊക്കെ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ദേവന്മാരുടേതായിട്ടുള്ള ആഘോഷങ്ങളും മറ്റും ചെയ്യുന്ന അവസരത്തിൽ ചന്ദ്രന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് തിഥികളെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ തിഥിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആഘോഷങ്ങൾ നടത്താറ് എന്നർത്ഥം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നോക്കൂ, വിനായക ചതുർത്ഥി എന്നാ പറയുക. അപ്പോൾ ചതുർത്ഥിയാകുന്ന തിഥിക്കാണ് ഭഗവാൻ വിനായകൻ്റെ ഗണേശൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ശ്രീരാമ നവമി എന്നാണ് പറയാറ്. അപ്പോൾ നവമിയാകുന്ന തിഥിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്രീരാമൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. അഷ്ടമി രോഹിണി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അഷ്ടമിയാകുന്ന തിഥിക്കാണ് അവിടെയും ശ്രീകൃഷ്ണ ജയന്തിക്ക് പ്രാധാന്യം നൽകുന്നത് എന്നർത്ഥം. നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നക്ഷത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. നമ്മൾ പൊതുവെ ദിവസങ്ങളെ കണക്കാക്കുന്ന സൂര്യനെയാണ്, പക്ഷെ നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നത് നക്ഷത്രങ്ങളെ ആസ്പദമാക്കിയാണ്. ദേവന്മാരുടേത് തിഥിയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് എന്നർത്ഥം. അപ്പോൾ ആ ചന്ദ്രൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ച് യഥാർത്ഥത്തിൽ ഒരു തിഥി എന്ന് പറഞ്ഞാൽ 60 നാഴിക സമയമാണ്. അപ്പോൾ 60 നാഴിക സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ 24 മണിക്കൂർ സമയം, അതാണ് ഒരു തിഥി. അപ്പോൾ സാധാരണഗതിയിൽ ഒരു തിഥി എന്ന് പറയുമ്പോൾ 60 നാഴികയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ചന്ദ്രൻ്റെ ഗതി എന്ന് വെച്ചാൽ ചലനമുണ്ടല്ലോ, ഈ ചലനം അല്പം മന്ദഗതിയിലൂടെയാണ് കടന്നു പോയത്. ചില ഭാഗത്തേക്ക് ദീർഘമായിട്ട് പോകേണ്ടി വരും, ചില സ്ഥലത്ത് മന്ദഗതിയിൽ ഒരു ചലനം വരുന്ന സമയമുണ്ട്. അതുപോലെ തന്നെ ദ്രുതഗതിയിൽ വരുന്ന സമയമുണ്ട്, കുറച്ച് സ്പീഡ് കൂടുന്ന സമയമുണ്ട്, കുറയുന്ന സമയമുണ്ട്. ചില ഗ്രഹങ്ങളെ പ്രദർശനം വെക്കുന്ന സമയത്ത് കൂടുകയും ചില ഇതിനകത്ത് കുറയുകയും ചെയ്യും, അതിൻ്റെ വിസ്താരത്തിൻ്റെ ഇതിനനുസരിച്ച്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ഗതിവിഗതികൾക്ക് അനുസരിച്ച്, അത് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആ 60 നാഴിക സമയം എന്നുള്ളത് ചിലപ്പോൾ 62, 64, 66 ഒക്കെ ആകാം. 60 നാഴിക വരേണ്ട സമയം കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ അത് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. 60 നാഴിക വരുന്നതിന് മുമ്പ് ചിലപ്പോൾ 58 അല്ലെങ്കിൽ 54 നാഴികയൊക്കെ ആവുന്നതുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രതിഭാസമാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, കറുത്ത വാവ് അവസാനിച്ചിട്ട് ശുക്ലപക്ഷം വെച്ച് വെളുത്ത വാവ് ആരംഭിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഈ നവമി ആഘോഷിക്കുന്നത്. 1-ാം ദിവസം മുതൽ പ്രഥമ, 2-ാം ദിവസം മുതൽ തിഥിയ, അങ്ങനെ മുതൽ ആണ് നമ്മൾ ഈ നവമിയുടെ 9 കറുത്ത വാവ് തീർന്നു. അതിൻ്റെ പിറ്റേ ദിവസം മുതലുള്ള 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം മുതൽ അങ്ങനെ 9 രാത്രികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറുത്ത വാവ് തീർന്നിട്ട് ഇത് ആരംഭിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 3-ാം തീയതി രാവിലെ, എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് പുലർച്ചെ 6 മണിക്കല്ല രാവിലെ, അവിടെ ആ നാഴിക ആരംഭിക്കുന്നത്
രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ രാത്രി 12:19 AM എന്ന് പറയുന്ന സമയത്തിനാണ് എന്ത് വരുന്നത്? തിഥിയുടെ ആരംഭം കുറിക്കുന്നത്. പ്രഥമയാകുന്ന തിഥി ആരംഭിക്കുന്നത്, ശുക്ലപക്ഷത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് എപ്പോഴാണ്? രാത്രി 12:19 ആണ് നടത്തുക. അപ്പോൾ രാത്രിത്തെ ഇതിനെ AM എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ രാത്രി 12:19 തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം 12:19 വരെയാണ് അത് വേണ്ടത്. അതിൻ്റെ സമയം വേണ്ടത് 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം 12:18 എന്ന് പറയാം. 19 നമുക്ക് ഇതായി, അതായിക്കോട്ടെ, 19 തന്നെ നമുക്ക് പറഞ്ഞാൽ വിഷയമില്ല. എന്നാൽ അത് ദൈർഘ്യം കൂടുതലായതുകൊണ്ട് പുലർച്ചെ 2:58 AM വരെ അതിങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 12:19 കഴിഞ്ഞ് 13:14 വരെ എന്നുവെച്ചാൽ 2.5 മണിക്കൂർ സമയം അധികം ആ തിഥിക്കുണ്ട്. പ്രഥമയാകുന്ന തിഥി 2.5 മണിക്കൂർ ദൈർഘ്യം കൂടുതലാണ് ഒന്നാം ദിവസത്തെ, ആ ശുക്ലപക്ഷത്തിലുള്ള ഒന്നാം ദിവസത്തിന് അനുഭവമുണ്ട് എന്നർത്ഥം. അപ്പോൾ അവിടെ 2.5 മണിക്കൂർ അധികം വന്നു. പിറ്റേ ദിവസം, കാരണം പ്രഥമ കഴിഞ്ഞാൽ പിന്നെ ദ്വിതീയാണല്ലോ, അപ്പോൾ ദ്വിതീയ ആരംഭിക്കുന്നത് ഇതേ പറഞ്ഞ 2:58 ഇന്നലെ തീർന്നത്. അപ്പോൾ 2:58 മുതൽ 2:58 AM മുതൽ 5:31 AM വരെ ദൈർഘ്യമുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 3 മണിക്കൂറോളം സമയം എന്തെന്ന് ഈ ദ്വിതീയ എന്ന് പറയുന്ന ആ തിഥിക്ക് അധികം വരുന്നു. ആദ്യത്തെ ദിവസം 2.5 മണിക്കൂർ വന്നു, രണ്ടാമത്തെ ദിവസം 3 മണിക്കൂറോളം വന്നു. അപ്പോൾ ഏകദേശം 5.5 മണിക്കൂറോളം അങ്ങനെ വന്നു, സമയം ദൈർഘ്യം വന്നു. അപ്പം 24 മണിക്കൂറിന് പകരം 26 മണിക്കൂറും 26.5 മണിക്കൂറും ഒക്കെ ദൈർഘ്യം വന്നു എന്നർത്ഥം. എന്നാൽ ഈ തൃതീയ ആകുന്ന ദിവസം ഉണ്ടല്ലോ, മൂന്നാമത്തെ ദിവസം, ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും 5:31 AM ആ തൃതീയ ആകുന്ന തിഥി ആരംഭിക്കുന്നത്. അപ്പോൾ 5:31 AM തൃതീയ ആരംഭിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ന് വെച്ചാൽ ഒക്ടോബർ 6 ആകുമ്പോൾ അത് വരുന്നത് 7:49 അവിടെയും വന്ന് ഏകദേശം 2 മണിക്കൂറോളം. എന്ന് വെച്ചാൽ ഏകദേശം 7 മണിക്കൂറിന് മേൽപോട്ട് സമയം ഈ 3 ദിവസം കൊണ്ട് ദൈർഘ്യം കൂടി വന്നു എന്നർത്ഥം. സ്വതവേ 24 മണിക്കൂർ വരേണ്ട അടുത്ത് 24 മണിക്കൂർ 24 മണിക്കൂർ 24 മണിക്കൂർ എന്ന് വരുമ്പോൾ 60 72 മണിക്കൂർ വരേണ്ട അടുത്ത് ഏകദേശം 80 മണിക്കൂർ സമയം വന്നു 3 ദിവസം കൊണ്ട്. അപ്പോൾ ആ തിഥിയുടെ ആരംഭം കുറിക്കുന്ന സമയം പുലർച്ചെയായിരുന്നു. ആദ്യത്തെ ദിവസം 12 മണിക്ക് ഉണ്ടായത്, 4-ാം ദിവസം ആകുമ്പോഴേക്കെത്തി ഏകദേശം 7:30 മണിക്ക് ശേഷമായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 7:30 മണി, ആക്ച്വലി 8 മണി സമയം തന്നെ ആയി എന്നർത്ഥം. 7:49 എന്ന് പറയുമ്പോൾ 8 മണി തന്നെയായി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പകലാണല്ലോ ഇതിന് പ്രാധാന്യം വരേണ്ടത്. അപ്പോൾ ഈ പറയുന്ന അത് 7 മണിക്കൂറോളം അല്ലെങ്കിൽ 7.5 മണിക്കൂറോളം അധികം വരുന്നത് കൊണ്ട് ഒരു ദിവസത്തെ സമയം അധികം വന്നു. വെച്ചാൽ പൂജ ചെയ്യേണ്ടത് പകൽ സമയമായതുകൊണ്ട് പിന്നെ അടുത്ത ദിവസങ്ങളിലെല്ലാം വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത് ദൈർഘ്യം ഇല്ലാത്തത് അല്ല കൂടുതലായതുകൊണ്ട് തന്നെ പൂജയുടെ ടൈമിന് മാറ്റം വരും, പൂജയുടെ സമയത്തിന് മാറ്റം വന്നു. അങ്ങനെ മാറ്റം വരുന്നത് കൊണ്ടാണ് ഒരു ദിവസം അധികം നമുക്ക് കർമ്മം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ദശമി ദിവസം യഥാർത്ഥത്തിൽ 9 കഴിഞ്ഞ് 10-ാമത് ദിവസം ചെയ്യേണ്ട സമയത്താകുമ്പോഴേക്ക് അന്ന് പകൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും എന്നർത്ഥം. വിദ്യാരംഭം കുറിക്കേണ്ടത് പകലാണ്. അപ്പോൾ അത് രാവിലെ ചെയ്യേണ്ടതിന് പകരം അന്ന് വരുന്നത് 12 മണിക്ക് ശേഷമായിരിക്കും. അതെടുക്കാൻ പാടില്ല ഒരിക്കലും. 12 മണിക്ക് ശേഷം വിദ്യാരംഭം കുറിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ആ 12 മണിക്ക് ശേഷമാണ് ദശമി ആരംഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് 13-ാമത്തെ ദിവസം അല്ലെങ്കിൽ 11-ാമത്തെ ദിവസം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഈ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ചാണ് ഈ ഒരു വിഷയം വന്നത്. ഇതേപോലെ ദൈർഘ്യം കുറയാറുണ്ട്, ദൈർഘ്യം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം അവസാന ഘട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദശമിയുടെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അറിയോ, അന്ന് ദശമി ആരംഭിക്കുന്നത് ഒക്ടോബർ 12-ാം തീയതി രാവിലെ 10:59 അപ്പോൾ ആ 10:59 ആരംഭിച്ചിട്ട്
ഒക്ടോബർ 13-ാം തീയതി 9:09 തീർന്നു എന്ന് വെച്ചാൽ ശരാശരി 1 മണിക്കൂർ സമയം കുറവാണ് അവിടെ. 1 മണിക്കൂറിൽ 1.5 മണിക്കൂറുള്ള സമയം അവിടെ എത്തുമ്പോൾ കുറഞ്ഞു വന്നു. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ഗതിവിഗതികളാണ് ഇങ്ങനെ വരാൻ കാരണം. ചിലപ്പോൾ വളരെ വേഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് വളരെ പെട്ടെന്ന്, കാരണം ചില ദിവസം വർഷങ്ങളിൽ 9 ദിവസം ഉണ്ടാവില്ല, 8 ദിവസമായിട്ട് കുറയും രാത്രി. ചില ദിവസങ്ങളിൽ 10 ദിവസം ആവുന്നു എന്നർത്ഥം. ഇതിന് കാരണം ഈ ചന്ദ്രൻ്റെ യാത്രയുടെ ഇതാണ്. ആദ്യത്തെ 3 ദിവസം കൊണ്ട് തന്നെ 7 മണിക്കൂറിലേറെ സമയം കൂടുതൽ നമുക്ക് കിട്ടുന്നു. ചന്ദ്രൻ സ്ലോയിലാണ് യാത്ര, വേഗത കുറവായതുകൊണ്ട് അത്രയും സമയം കൂടുതൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾക്ക് ദിവസത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, തിഥിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം നമ്മൾ 9 രാത്രിക്ക് പകരം 10 രാത്രികൾ ആഘോഷമാക്കിയിട്ട് 11-ാമത്തെ ദിവസമാണ് നമ്മൾ പുസ്തകം ഈ വിദ്യാരംഭം കുറിച്ചുകൊണ്ടുള്ള ദശമി ആഘോഷിക്കേണ്ടത് 11-ാമത്തെ ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിഷയമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെയുള്ള എൻ്റെ നമ്പറിൽ അല്ലെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അതിനുള്ള മറുപടി അവിടെ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.